ഏപ്രിൽ 21 വിശുദ്ധ ആൻസലം. തിരുസഭ വിശുദ്ധനും വേദപാരംഗതനുമായി ഉയർത്തിയ വിശുദ്ധ ആൻസലം ഒരു സന്യാസിയും ആശ്രമാധികാരിയും ആശ്രമശ്രേഷ്ഠനും മെത്രാപ്പോലിത്തായും തത്വജ്ഞാനിയും ദൈവശാസ്ത്രജ്ഞനും ആത്മീയ എഴുത്തുകാരനും ആയിരുന്നു. യുക്തിയുടെ സഹായത്തോടെ വിശ്വാസ സത്യങ്ങളെ വിശകലനം ചെയ്യാനും പഠിപ്പിക്കുവാനുമുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായി വിജ്ഞാനത്തിൻ്റെ പിതാവ് എന്ന പേര് ആൻസലത്തിന് ലഭിച്ചു. ഇറ്റലിയിലെ ഓസ്റ്റാ പട്ടണത്തിലെ ഒരു കുലീന കുടുംബത്തിലാണ് വിശുദ്ധൻ ജനിച്ചത്. 15-ാമത്തെ വയസ്സിൽ സന്യാസിയാകാൻ ആഗ്രഹിച്ചെങ്കിലും പിതാവ് അനുവദിക്കാത്തതുകൊണ്ട് സാധിച്ചില്ല. ഇതിൽ നിരാശനായ ആൻസലം വിശ്വാസ ജീവിതം ഉപേക്ഷിക്കാനും ലൗകിക ജീവിതം നയിക്കാനും തീരുമാനിച്ചു. ഏറെ വർഷങ്ങൾക്ക് ശേഷം അനുതപിച്ച് തിരിച്ചു വന്ന അദ്ദേഹം ജീവിതകാലം മുഴുവൻ അതേക്കുറിച്ച് ദുഃഖിച്ചിരുന്നു. അമ്മയുടെ മരണത്തെ തുടർന്ന് വീട് വിട്ടിറങ്ങിയ അദ്ദേഹം ഫ്രാൻസിൽ ബുൽഗണിയിലെത്തി പഠനം തുടർന്നു. സന്യാസിയാകാനുള്ള ആഗ്രഹം അദ്ദേഹത്തിന് വീണ്ടും ഉണ്ടായി. ഉടൻ തന്നെ ആൻസലം ഇംഗ്ലണ്ടിലെ ബെക്ക് എന്ന സ്ഥലത്തെ ഒരു ബെനഡിക്റ്റൻ ആശ്രമത്തിൽ പ്രവേശിച്ചു. ആശ്രമത്തിൻ്റെ അധികാരിയായ ലാൽ ഫ്രാങ്കിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനായി ആൻസലം മാറി. പിതാവ് മരിച്ചതോടെ തനിക്ക് ലഭിക്കാമായിരുന്ന എല്ലാ സമ്പത്തും പിന്തുടർച്ച അവകാശങ്ങളും ഉപേക്ഷിച്ച് 27-ാമത്തെ വയസ്സിൽ ആൻസലം സന്യാസ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു. 3 വർഷം കഴിഞ്ഞപ്പോൾ ലാൽ ഫ്രാങ്ക് മറ്റൊരു ആശ്രമത്തിലെ ആശ്രമശ്രേഷ്ഠനായി നിയമിക്കപ്പെട്ടു. അപ്പോൾ ആൻസലത്തിൻ്റെ ആശ്രമശ്രേഷ്ഠനായ ഹെർലൂയിൻ ആ ആശ്രമത്തിൻ്റെ അധികാരിയായി ആൻസലത്തെ നിയമിച്ചു. ചെറുപ്പക്കാരനായ ആൻസലത്തെ തങ്ങളുടെ അധികാരിയായി അംഗീകരിക്കാൻ ആദ്യം മറ്റ് സന്യാസികൾക്ക് സാധിച്ചില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ ജ്ഞാനവും വ്യക്തിത്വവും കാരുണ്യവും എളിമയും വിശുദ്ധിയും തിരിച്ചറിഞ്ഞ അവർ അവരുടെ പുതിയ നേതാവിനെ സന്തോഷത്തോടെ അനുസരിച്ചു. 15 വർഷം ആൻസലം അവരുടെ അധികാരിയായി തുടർന്നു. അദ്ദേഹം നന്നായി പഠിക്കുകയും പഠിപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ബെക്കിലെ സന്യാസാശ്രമം ഒരു സന്യാസ വിദ്യാലയമായി മാറുകയും മുഴുവൻ യൂറോപ്പിൻ്റെയും ബഹുമാനാദരങ്ങൾ നേടുകയും ചെയ്തു. സന്യാസ സമൂഹത്തിൻ്റെ അഭ്യർത്ഥന പ്രകാരം ആൻസലം തൻ്റെ ആത്മീയ ഉൾക്കാഴ്ചയും പഠനങ്ങളും പുസ്തകങ്ങളായി പ്രസിദ്ധീകരിക്കാൻ തുടങ്ങി. അദ്ദേഹം എഴുതിയ 17 പുസ്തകങ്ങളിൽ 7 എഴുതിയത് ഇവിടെ വെച്ചാണ്. മനുഷ്യാവതാരത്തെക്കുറിച്ച് എഴുതിയ ഗ്രന്ഥമാണ് ഏറ്റവും പ്രസിദ്ധം. തീക്ഷ്ണമായ പ്രാർത്ഥനയും ആഴമായ വിശ്വാസവുമാണ് ആൻസലത്തിൻ്റെ ചിന്തകളെയും രചനകളെയും നയിച്ചത്. ദൈവം വെളിപ്പെടുത്തി തരുന്നില്ലെങ്കിൽ നമുക്ക് ദൈവത്തെ മനസ്സിലാക്കാനോ സത്യം ഗ്രഹിക്കാനോ സാധിക്കുകയില്ലെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ദൈവത്തോടും പരിശുദ്ധ അമ്മയോടുമുള്ള അദ്ദേഹത്തിൻ്റെ ആഴമായ സ്നേഹം അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. 1078 എല്ലാ സന്യാസിമാരും ചേർന്ന് ഏകമനസ്സോടെ ആൻസലത്തെ അവരുടെ ആശ്രമ ശ്രേഷ്ഠനായി തിരഞ്ഞെടുത്തു. 15 വർഷം ഈ സ്ഥാനത്തിരുന്ന അദ്ദേഹം ഇംഗ്ലണ്ടിലുടനീളം യാത്ര ചെയ്തു. ഇംഗ്ലണ്ടിലെ രാജാവും കാൻറ്റൻബറി ആർച്ച് ബിഷപ്പുമായിരുന്ന ലാൽ ഫ്രാങ്കും നിരന്തരം അദ്ദേഹത്തിൻ്റെ ഉപദേശം തേടിയിരുന്നു. ലാൽ ഫ്രാങ്ക് മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി 60-ാം വയസ്സിൽ ആൻസലം കാൻറ്റൻബറി ആർച്ച് ബിഷപ്പായി തിരഞ്ഞെടുക്കപ്പെട്ടു. ബിഷപ്പുമാരെ തിരഞ്ഞെടുക്കാനും രൂപതയുടെ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യാനുമുള്ള അധികാരം തങ്ങൾക്ക് വേണമെന്ന് ഇംഗ്ലണ്ടിലെ രാജാക്കന്മാർ നിർബന്ധം പിടിച്ചു. മാർപ്പാപ്പായുടെ അധികാരത്തെ അവർ അംഗീകരിച്ചില്ല. ആൻസലം മെത്രാപ്പോലിത്ത ഇതിനെ എതിർത്തതുകൊണ്ട് 2 പ്രാവശ്യം കാൻറ്റൻബറിയിൽ നിന്നും അദ്ദേഹം പലായനം ചെയ്ത് വിപ്രവാസത്തിൽ കഴിയേണ്ടി വന്നു. ആ സമയത്ത് അദ്ദേഹം ആഴമായ ദൈവശാസ്ത്ര ഗ്രന്ഥങ്ങൾ രചിക്കുകയും മാർപ്പാപ്പായുടെ ഉപദേശകനായി പ്രവർത്തിക്കുകയും ചെയ്തു. തൻ്റെ അവസാന കാലമായപ്പോൾ രാജാവുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയും വിശുദ്ധൻ കാൻറ്റൻബറിയിലേക്ക് തിരിച്ചു വരികയും ചെയ്തു. 1109 വിശുദ്ധൻ ദൈവസന്നിധിയിലേക്ക് യാത്രയായി. സുവിശേഷ മൂല്യങ്ങൾക്ക് വേണ്ടിയും സഭയുടെ സ്വയം ഭരണത്തിനു വേണ്ടിയും നിരന്തരം പോരാടിയിരുന്നതുകൊണ്ട് സഭയുടെ ധീരനായ വിശ്വാസിയായി വിശുദ്ധ ആൻസലം പരിഗണിക്കപ്പെടുന്നു. പരിശുദ്ധ ത്രിത്വം, കൃപ, സത്യം, മനുഷ്യാവതാരം എന്നിവയെക്കുറിച്ചുള്ള വിശുദ്ധൻ്റെ പഠനങ്ങൾ നമ്മുടെ വിശ്വാസത്തിന് ഉറച്ച അടിസ്ഥാനമിടാൻ സഹായിക്കുന്നതാണ്.